2024 ചരിത്രത്തിൽ ആദ്യമായി ജോർജിയ എന്ന കുഞ്ഞൻ രാജ്യം യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുമ്പോൾ ജോർജിയൻ താരങ്ങളും ആരാധകരും ഒക്കെ വളരെ വലിയ ആഹ്ലാദ പ്രകടനം കാഴ്ചവെക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ ഇതിനിടെ കിച്ച കവറസ്കേലി എന്ന് പറയുന്ന ജോർജിയൻ താരം തന്റെ ആഘോഷങ്ങളെല്ലാം മെല്ലെ നിർത്തിയിട്ട് തന്റെ ആരാധ്യനായിട്ടുള്ള CR7 അരികിലേക്ക് മെല്ലെ നടന്നു പോവുകയും അദ്ദേഹത്തെ ഹഗ് ചെയ്യുകയും CR7നോട് തന്റെ ജേഴ്സി തനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു എതിർ ടീമിലെ താരം പോലും ക്രിസ്ത്യാനോ ഇത്തരത്തിൽ റെസ്പെക്ട് ചെയ്യുമ്പോൾ സ്വന്തം ടീമിലെ പല താരങ്ങളും അദ്ദേഹത്തെ ഇപ്പോഴും ഒറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ചരിത്രം ഒന്ന് ചികഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ CR7 എന്ന ഇതിഹാസം ഉണ്ടാക്കിയ ഓളമൊന്നും ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോർച്ചുഗൽ എന്ന് പറയുന്ന ഒരു ടീമിനെ യൂറോ കപ്പിന്റെ ഫൈനൽ വരെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, 2016 തനിക്ക് പരിക്ക് പറ്റി അവശനായി നിൽക്കുമ്പോഴും വീണ്ടും മൈതാനത്തിലേക്ക് തിരിച്ചു വന്ന് തന്റെ ടീമിന് വേണ്ടി ഉറക്കെ ശബ്ദമുയർത്തിയവരാണ് ക്രിസ്ത്യാനോ. അന്ന് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ യൂറോ കപ്പ് സ്വന്തമാക്കുന്നത് ലോക